ഇനി സർവകലാമേള. MG സർവകലാശാല കലോത്സവത്തിന് കൊച്ചിയിൽ തുടക്കം. ചലച്ചിത്ര നാടക നടി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. 8 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 8000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അനഘ ചേരുന്നു. അനഘ, കൊച്ചിയിൽ കലോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതേ ഭദ്ര, മഹാരാജാസിന്റെ മണ്ണിൽ ഇനി കലാമാമാങ്കത്തിന്റെ രാവുകൾ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ കലോത്സവം അനേക എന്നാണ് പേരിട്ടിരിക്കുന്നത്. കൊച്ചിയിൽ തുടക്കമായി. മലയാള നാടക അഭിനേത്രി നിലമ്പൂർ ആയിഷയാണ് ഈ ഒരു കലാമേള ഉദ്ഘാടനം ചെയ്തത്. മലയാള നാടകരംഗത്ത് തിളങ്ങി നിന്ന നിലമ്പൂർ ആയിഷയുടെ ഊർജ്ജമുള്ള വാക്കുകൾ നെഞ്ചേറ്റിയാണ് മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് തുടക്കമായത്. മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് വൻ വരവേൽപ്പാണ് നഗരത്തിൽ നിന്ന് ലഭിച്ചത്. പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ, അധ്യാപികയും എഴുത്തുകാരിയുമായിട്ടുള്ള ദീപ നിശാന്ത് എന്നിവരെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് തിരുവാതിര കളി, അതുപോലെ തന്നെ കേരള നടനം, സംഘഗാനം തുടങ്ങിയ മത്സര ഇനങ്ങളാണ് അരങ്ങേറുവാനുള്ളത്. 12 വരെ 8 വേദികളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത്. 5 ജില്ലകളിലെ 209 കോളേജുകളിൽ നിന്നും 8000-ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കോവിഡ് കാലത്തെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന ഒരു കലോത്സവം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഭദ്ര. MG സർവകലാശാല കലോത്സവത്തിന് കൊച്ചിയിൽ തുടക്കമായിരിക്കുകയാണ്. ഇനി 12-ാം തീയതി വരെ കൊച്ചിയിൽ ഉറക്കമില്ലാത്ത ഉത്സവത്തിന്റെ രാത്രികളാണ് കൊച്ചിക്കാർക്ക്. 8 വേദികളിൽ 12 വരെ നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് 8000-ഓളം കുട്ടികളാണ്. അതേസമയം MG സർവകലാശാലയ്ക്ക് കീഴിലുള്ള എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും കുട്ടനാട് താലൂക്കിൽ നിന്നുമുള്ള കോളേജുകളിൽ നിന്ന് നിരവധി കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അനഘയാണ്.